ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പപ്പി രോഹിത്തിന്റെ അടുത്തെത്തി. അച്ഛ എന്റെ കൂടെ വരുന്നു, അച്ഛൻ എന്താ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാത്തത് എന്ന് പറയുമ്പോൾ പപ്പിയെ അടക്കി പിടിക്കാൻ കേട്ടോ രോഹിത്. പൊന്നുമോളെ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട്. എന്നാൽ ശ്യാമ മാറി നിൽക്കുകയാണ് കേട്ടോ. അച്ഛൻ ഇപ്പൊ പഴയതുപോലെ എന്നോട് യാതൊരുവിധ സ്നേഹമില്ല, അച്ഛൻ എന്താ വരാത്ത എന്ന് പറയുമ്പോൾ മോളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ സുസ്മിത കയറി വന്നിട്ട് പറയാണ്, നിന്റെ അച്ഛനല്ലാത്തത് കൊണ്ടാണ് അവൾ വരാത്തത്. അത് കേൾക്കുന്ന രോഹിത് പറയാണ്, ഇങ്ങനെയൊന്നും പറയല്ലേ സുസ്മിത, കുഞ്ഞിനോട് അതൊരു കൊച്ചു കുഞ്ഞാണെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന എന്നാ അവള് പറയട്ടെ, ആ നിൽക്കുന്നവൾ പറയട്ടെ, നീ ഇവളുടെ അച്ഛനാണെന്നുള്ളത് പറയട്ടെ. അത് കേട്ടോടെ തന്നെ അങ്ങോട്ടേക്ക് ശ്യാമ കടന്നു വരട്ടെ. അങ്ങനെ ശ്യാമ ദേഷ്യത്തോടു കൂടി സുസ്മിതയോട് അങ്ങ് ചൂടാവുകയാണ്. ഉടൻ തന്നെ രോഹിത്തെ, നീ ഇവിടെ ഇങ്ങനെ കുടിച്ചു കിടക്കാതെ നീ എന്താ വീട്ടിലോട്ട് വരാത്തത്? അത് കേൾക്കുന്ന രോഹിത്തിന് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ. രോഹിത് പറയണേ, എനിക്ക് സമാധാനം തേടി വന്നതാണ് ഞാൻ ഇങ്ങോട്ടേക്ക്, അപ്പൊ എന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ നീ വീണ്ടും വന്നിരിക്കുന്നു എന്ന് ശ്യാമയോട് പറയുമ്പോൾ ഉടൻ തന്നെ രോഹിത്തിനോട് ശ്യാമ, എന്നിട്ട് നിനക്ക് സമാധാനം എന്നൊരു സാധനം കിട്ടിയോ? ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വായിട്ട് അലക്കുന്നത്? നിനക്ക് സമാധാനം കിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഒരു ദിവസം പോലും നിനക്ക് ഉറങ്ങാൻ കഴിയില്ല. അതിനും കാരണം ഈ നിൽക്കുന്ന കുഞ്ഞ്, ഈ കുഞ്ഞിനെ ഓർമ്മ വന്നിട്ടാണ്, നിന്റെ മോളെ കുറിച്ച് ഓർത്തിട്ടാണ്. നീ എന്തിനാ രോഹിത് എവിടെ നിൽക്കുന്നത്? എന്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പപ്പി പറയണ, അച്ഛ എന്റെ കൂടെ വാ. അച്ഛൻ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മോള് തൽക്കാലം ഇവിടെ നിന്ന് പോയിക്കോ, അച്ഛൻ പിന്നെ വരും, ഉറപ്പാണോ? ആ ഞാൻ വന്നേക്കാ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ശ്യാമക്ക് ഒരു സമാധാനമാവാണ്. ഉടൻ തന്നെ സുസ്മിത ആകെ ഞെട്ടിപ്പോവാണ്. ഇവന് മാറ്റം വരുന്നുണ്ടല്ലോ ഈശ്വര എന്ന ഭാവത്തിൽ സുസ്മിത നിൽക്കുന്നുണ്ട്. ആ സമയം പപ്പി, അച്ഛ വന്നേക്കില്ലേ? ആ വന്നോളാം മോളെ, അച്ഛൻ വരില്ലേ? ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ വന്നേക്കാം എന്ന് രോഹിത് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം അവരങ്ങ് തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം സുസ്മിത രോഹിത്തിനോട് ചോദിക്കാണ്, എന്താ രോഹിത്തെ നിനക്കൊരു മാറ്റം? അതൊരു കൊച്ചു കുഞ്ഞില്ലേ, അതിനോട് അങ്ങനെ എനിക്ക് പെരുമാറാൻ കഴിയത്തുള്ളൂ. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ആ വീടും ആ കുഞ്ഞിനെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ കുഞ്ഞിനെ അച്ഛ എന്ന് ഒരുപാട് തവണ വിളിച്ചതാണ്. അതുപോലെ തന്നെ ആ വീടാണ് എന്റെ ജീവിതത്തിൽ ഒരു തെളിച്ചമുണ്ടാക്കി തന്നത്. അത് രണ്ടും എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ രോഹിത്തിന്റെ ആ മാറ്റം കാണുമ്പോൾ സുസ്മിത, ഇവനെ എന്റെ കൈവിട്ടു പോകുന്നു, ഇവന് ഈ തന്ത്രമൊന്നും പറ്റത്തില്ല, ഇവനെ കുറച്ച് കയറ്റി പിടിക്കണം എന്ന് ചിന്തിക്കുന്നിട്ട് അങ്ങനെ കുപ്പിയിൽ ഉള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക തന്നെ ചെയ്യാനും മദ്യം വീണ്ടും കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യ പപ്പിയുടെ മുന്നിൽ വെച്ച് ക്ഷമ ഇങ്ങനെ കരയാണ്. ക്ഷമയുടെ ആ കരച്ചിൽ കണ്ട ഉടനെ കുഞ്ഞു ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്ന? അച്ഛൻ വരാണ്ട് പറഞ്ഞില്ല, പിന്നെ അമ്മക്ക് എന്താ കരയേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കും. ഇല്ല മോളെ, ഞാൻ കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ കണ്ണുനീർ തുടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. വിഷ്ണു സത്യയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ശാരദാമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോ ഒരുപാട് സന്തോഷവതിയായി തന്നെ സത്യ ആ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോ ശാരദാമ്മ പറയണു, നിന്റെ മുഖത്ത് വലിയ തെളിച്ചമുണ്ടല്ലോ, പക്ഷെ നീ എന്താ ഭക്ഷണത്തിൽ കൈ കുത്താത്ത്? അത് കേട്ടോടും തന്നെ, അതെ എനിക്കൊരാള് വാരിത്തരണം. അപ്പോഴേക്കും ശാരദാമ്മ പറയുന്നുണ്ട്, എന്താടി നീ ഇങ്ങനെ കൊഞ്ചുന്നത്? അതെ എനിക്ക് എന്റെ അച്ഛൻ വാരിത്തരണം എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന വിഷ്ണു പറയുന്നു, ശരി ഞാൻ വാരിത്തരാം എന്റെ മോൾക്ക്. എടി ഈ വിഷ്ണുവിനെ, അതായത് നിന്റെ അച്ഛനെ അവിടെ കാത്ത ഒരാൾ ഇരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛന് നിന്ന് തിരിയാൻ നേരമില്ല. ഈ സമയം നീ നിന്റെ അച്ഛനെ ഇവിടെ തിരിപ്പിക്കല്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്റെ അച്ഛൻ എനിക്ക് വാരിത്തരണം. അത് കേൾക്കുന്ന ശാരദാമ്മയോട് ഉടൻ തന്നെ വിഷ്ണു പറയണം, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഞാൻ എന്റെ മോൾക്ക് വാരിക്കൊടുത്തോളാം, അവളുടെ ആഗ്രഹമല്ലേ. അതിനിടയ്ക്ക് ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇത്രയും വലിയ പെണ്ണായിട്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് അഭിനയിക്കുന്നത്, ഇങ്ങനെയൊക്കെ കൊഞ്ചുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണം, എന്റെ അച്ഛനെ അതിനെ എനിക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്? നിങ്ങൾ അമ്മയും മോളും കിടന്ന് അഭിനയിച്ചും നാടകം നടത്തിയതിൽ എനിക്ക് എന്റെ അച്ഛനെ വിട്ടുപോയല്ലോ. അത് കേട്ടോടെ തന്നെ ശാരദാമ്മ ആകെ ചമ്മി പോയിട്ട്. അപ്പൊ വിഷ്ണു പറയണേ, നീ എന്താ ഈ സത്യം പറയുന്നത്? ഇത്ര കുഞ്ഞ വായിൽ വലിയ വർത്താന എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഞാൻ കരയെടുത്ത് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശാലിനി എവിടെയെന്ന് ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് വിഷ്ണു. അപ്പോൾ തന്നെ അവൾ എന്തോ ഒരു മീറ്റിംഗിലാണ്, അവൾ ഇപ്പൊ എത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ കരയെടുക്കാൻ പോകുമ്പോ, മോളെ ഇത്ര വലിയ വർത്താനൊക്കെ വേണം, എന്താ അച്ഛാ അങ്ങനെയൊക്കെ പറയണ്ടേ? കുറച്ചു കാലം എന്നെയും എന്റെ അച്ഛനെയും ഒരുപാടിട്ട് വേദനിപ്പിച്ചില്ല, അതിന്റെ വേദന അവർക്കും അറിയട്ടെ, അവരൊന്ന് മനസ്സിലാക്കട്ടെ, അത് അവർക്കുള്ള ശിക്ഷയാണ് എന്ന് പറയുന്നിട്ട് ആ സമയമാണ് സത്യയുടെയും വിഷ്ണുവിന്റെയും മുന്നിലോട്ട് ശാലിനി എത്തുന്നത്. അങ്ങനെ കുഞ്ഞിനിങ്ങനെ വാരിക്കൊടുക്കുമ്പോൾ ഉടൻ തന്നെ ശാലിനി വന്നിട്ട് പറയാം, കുഞ്ഞിനെ മാത്രം വാരിക്കൊടുത്താൽ മതിയോ, എനിക്കൊന്നും വേണ്ടേന്ന് ചോദിക്കാണ്. അത് കേട്ടോടെ തന്നെ പിന്നെ എന്നും പറഞ്ഞിട്ട് കുഞ്ഞിന്റെ വായിലും ശാലിനിയുടെ വായിലും മാറി മാറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ അവരിങ്ങനെ സന്തോഷത്തോട് കൂടി നിൽക്കുമ്പോൾ ശാരദാമ്മ കറിയുമായി വരികയാണ്, ഇതാ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം
ഉടൻ തന്നെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. അത് കേൾക്കുന്ന സത്യ അവിടെ നിന്ന് ഓടുമ്പോൾ ശാരദാമ്മ പറയാം, ഞാൻ എടുത്തു കൊണ്ടുവരാടി, അത് വേണ്ട, അത് പപ്പിയായിരിക്കും, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. അപ്പൊ ശാരദാമ്മയും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മയും പോവാണ്. ഈ സമയം ശാലിനി ചോദിക്കാണ്, വിഷ്ണുവേട്ടന് പുതിയ ജോലിയൊക്കെ കിട്ടിയില്ലേ, ഇതെങ്ങനെ നീ അറിഞ്ഞു? പിന്നെ വിഷ്ണുവേട്ടന്റെ കൂടെ എന്റെ കണ്ണുകളുണ്ട്, അത് വർക്ക് ചെയ്തും കൊണ്ടിരിക്കും, വിഷ്ണുവേട്ടൻ എന്ത് ചെയ്താലും ഞാൻ അറിയുമെന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് ജോലി എന്ന് ശാലിനി ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു സുബൈർക്കെ അതാര സുബൈർക്ക, അതൊരു പാവം മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ കടയിലാണ് എനിക്ക് ജോലി, ഒരു മരമില്ലിൽ, അവിടെയാണ് എനിക്ക് ജോലി. എന്ത് ജോലി എന്ന് ചോദിച്ച ഉടൻ തന്നെ അത് ഡ്രൈവർ പണിയാണ്, തടി കൊണ്ടുവരല് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ഷാനിയുടെ മുഖം വലിയ സുഖമില്ല. അത് കേൾക്കുന്ന വിഷ്ണു, നീ എന്താടി ഇങ്ങനെ ഇരിക്കുന്ന, അതിന് മാത്രം കുറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുട്ടാ, ആ പണി നമുക്ക് വേണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? വിഷ്ണുട്ടാ, ആ പണി നമുക്ക് വേണ്ട, അതെന്താ നമ്മൾ ഇതിനു മുന്നേ ചായപ്പണിയൊക്കെ ചെയ്ത നമുക്ക് ഇതൊരു പ്രശ്നമാണോ? ഇത് അതിലും അന്തസ്സുള്ള പണിയല്ലേ എന്ന് പറഞ്ഞ ഉടനെ അതൊക്കെ ശരിയാണ്, പക്ഷേ വിഷ്ണുട്ടൻ കാട്ടിലോട്ട് പോകേണ്ടി വരില്ലേ, വേണ്ടി വന്നാൽ പോണം, എന്താ വിഷ്ണുട്ടായി പറയുന്നത്? എന്തെനിക്ക് അതിലൊരു ദുസൂചന പോലെ, എന്തൊക്കെ ആപത്ത് വരുന്നത് പോലെ. വിഷ്ണുട്ട, അത് വേണോ? എന്നാൽ നീ ഒരു പണി ചെയ്യോ, എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുമോ? ആ, ഞാൻ പഠിപ്പിച്ചരാ, എന്നിട്ട് നീ എന്നെ ഒരു ക്ലർക്കാക്കോ? ആ, ഞാൻ ചെയ്യാ എന്ന് പറയുമ്പോൾ ഇപ്പൊ തൽക്കാലം ഈ വിഷ്ണുവിന് ചേർന്ന പണി ഇതാണ്, പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനും പറ്റും, വിഷ്ണുവിന് ഇതേ ചെയ്യാൻ കഴിയത്തുള്ളൂ, വേറൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഷാനിക്ക് മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് പറയണേ, എൻ്റെ പ്രീതമേ, നീ പറയൂ, എനിക്ക് എവിടെ കൈ കഴുകാനുള്ള സ്ഥലം അതൊന്ന് കാണിച്ചു തരൂ, ആ നിൽക്കുന്ന അവിടെ എന്ന് പറയുന്ന അങ്ങോട്ടേക്ക് വിഷ്ണു കൈ കഴുകാൻ പോകുന്നു. പിന്നീട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയം ഷാലിനി ആകെ മുഖം മാറി മറിയുന്നുണ്ട്. എന്തോ ഒരു അപകടം ഷാലിനിക്ക് മണത്തിരിക്കുന്നു. ഉടൻ തന്നെ ശാരദാമ്മ വന്നിട്ട്, മോളെ, ഞാനും കേട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ, അവൻ എവിടെയെങ്കിലൊക്കെ പണി ചെയ്യട്ടെ, എൻ്റെ അമ്മ, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, കാട്ടിലൊക്കെ പോയി വിഷ്ണുവേട്ടൻ തടിയെടുത്തു കഴിഞ്ഞാൽ അത് കേട്ട ഉടൻ തന്നെ ശാരദാമ്മ, അമ്മ മകനാണ്, അവനെ ഒരിക്കലും ദൈവം കൈവിടില്ല, അതുകൊണ്ട് തന്നെ അമ്മയുടെ വാക്കുകൾക്ക് മൂല്യം കൊടുക്കുന്നവനെ ദൈവം എപ്പോഴും രക്ഷിക്കും, അവൻ്റെ കൂടെ ഈശ്വരൻ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിലോ സത്യഭാമയാണ് കാണിക്കുന്നത്. രാഘവനെയും സത്യഭാമ കുറുപ്പിനെയൊക്കെ രാഘവന്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്, പിള്ളയൊക്കെ ഭക്ഷണം കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പിള്ളക്ക് ഈ ഒരു ചമ്മലോട് കൂടിയിട്ടാണ് പിള്ള ഇരിക്കുന്നത്. അവിടെ നിന്ന് സത്യമ്മ പറയുന്നുണ്ട്, പൊന്നി ഇനി ഇരിക്കുമെന്ന് പറയുമ്പോൾ അത് വേണ്ട, എനിക്ക് അടുക്കളയിൽ പണിയുണ്ടെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ഇന്ന് ഈ വീട്ടിലെ ലാസ്റ്റ് രാത്രിയാണ്, നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഇന്നിവിടെ പണിക്കാരി എന്നോ മുതലാളി എന്നോ വേർതിരിവൊന്നുമില്ല, എല്ലാവർക്കും ഒരുമിച്ചിരിക്കണം, പൊന്നി നീ കഴിക്ക്, നീ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നിക്ക് വിളമ്പി കൊടുക്കുമ്പോൾ അയ്യോ സത്യമ്മ അത് വേണ്ട എന്ന് പൊന്നി പറയുമ്പോഴാണ് വിഷ്ണു ഈ കാഴ്ച കണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഇനി അവരുടെ പടിയിറക്കമാണ്, ആ വീട് അവര് വിട്ടിറങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഈ സത്യാമ്മ ഇപ്പൊ ശ്യാമയും പപ്പിയെയും കുറിച്ച് തിരക്കുന്നില്ല, അവരൊക്കെ കൈവിട്ട് ആ വീട് വിട്ടിറങ്ങുമ്പോൾ ആ വീട് ഇനി രോഹിത്തിന് നേടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ സുസ്മിത. അത് രോഹിത്തിന്റെ കൈകളിൽ എത്തിച്ചു കൊടുക്കൂട്ടോ.